ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളയും ഓറഞ്ചും നിറത്തിലുള്ള വയറുകളാണ്. എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വയറിനെ ഒന്ന് അളന്നെടുക്കണം. 1 2 3 4 4.5. ഞാനിവിടെ ഓറഞ്ച് കളറിലുള്ള വയറ് 4.5 അടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യമായിട്ടൊക്കെ ബോക്സൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബാഗോ എന്തെങ്കിലും ആയിക്കോട്ടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഞാൻ ഈ 4.5 എന്ന് പറഞ്ഞത് ഒരു 4.25 വരെ എടുക്കാം. കാരണം ചെയ്തു വരുമ്പോൾ അത് കുറഞ്ഞു പോകണ്ടല്ലോ എന്ന്, നീളം കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാനിവിടെ 7 വയറുകൾ എടുത്തിട്ടുണ്ട്. 7 വയറുകളും 4.5 അടി അളന്നെടുത്തിട്ടുണ്ട്. മൊത്തം വയറ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ബോക്സാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത്രയും വയറുകളുടെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. റണ്ണിങ് വയറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള വയറാണ്. റണ്ണിങ് വയറിനെ നമുക്ക് നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നമുക്ക് വേണ്ട നീളത്തിനനുസരിച്ച് നമുക്ക് മുറിച്ച് മാറ്റാവുന്നതാണ്. ഈ ഓറഞ്ച് വയറിനെ നമുക്കൊന്ന് മടക്കിയെടുക്കണം. അത് 1.5 അടി നീളത്തിൽ ഓറഞ്ച് വയറിനെ ഞാനിവിടെ മടക്കിയെടുക്കുന്നുണ്ട്. 1.5 1.25 വരെയൊക്കെ മടക്കിയെടുക്കാം. ഞാനിവിടെ 1.5 അടി നീളത്തിലാണ് ഓറഞ്ച് വയറിനെ ആദ്യം മടക്കിയെടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ബോക്സ് നോട്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? നേരെ നടുക്ക് വെച്ച് വയറിനെ മടക്കിയെടുക്കും. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു സൈഡ് കുറച്ച് കൂടുതലും ഒരു സൈഡ് കുറച്ചും എന്നുള്ള രീതിയിലാണ് മടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് വയറിനെ 1.5 അടി നീളത്തിൽ മടക്കിയെടുത്തത്. ഇനി നമുക്ക് റണ്ണിങ് വയറിനെയും മടക്കിയെടുക്കണം. ഇതേ 1.5 അടി നീളം നമുക്ക് വെള്ള വയറിനും വേണം, റണ്ണിങ് വയറിനും വേണം. എടുക്കുന്ന റണ്ണിങ് വയർ ഏതായാലും ശരി, അതിലും 1.5 അടി മടക്കിയെടുക്കണം. ഞാനിപ്പോൾ ഓറഞ്ച് വയറിൻ്റെ അതേ നീളത്തിൽ വെള്ള വയർ ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് നോട്ട് ഇടണം. ഓറഞ്ച് വയറിൻ്റെ മുകളിലേക്ക് വെള്ള വയറിട്ട് കൊടുക്കുക. അതിനുശേഷം ഓറഞ്ച് വയറിനെ മുകളിലേക്ക് മടക്കണം. വെള്ള വയറിനെ ഓറഞ്ച് വയറിൻ്റെ ലൂപ്പിനുള്ളിലൂടെ അകത്തേക്ക് വിടണം. എന്നിട്ട് വയറുകളെല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ബോക്സ് നോട്ട് എങ്ങനെയാണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അതിന് പ്രത്യേക ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ബോക്സ് നോട്ട് ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നന്നായിട്ട് ബോക്സ് നോട്ട് ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം നമുക്ക് ബോക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം ആദ്യത്തെ ബോക്സ് നോട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വയറുകളുടെ അറ്റം എല്ലാം ഒരുപോലെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ വയറുകളുടെ എല്ലാം അറ്റം ഒരുപോലെയാണ്. ഇനി നമുക്ക് റണ്ണിങ് വയറിലേക്ക് ബാക്കിയുള്ള വയറുകൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഓറഞ്ച് വയറിൻ്റെ ഒരു വശം നീളം കുറവും ഒരു വശം നീളം കൂടുതലുമാണ്. ഒരു വശം നമുക്ക് 1.5 അടിയോളം കിട്ടിയിട്ടുണ്ട്. ബാക്കി 4.5 അടിയിലെ ബാക്കി ഭാഗം താഴെക്കൊണ്ട് കൂടുതലാണത്. അത് നമുക്കങ്ങനെ അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓറഞ്ച് വയർ എടുക്കണം. അതിനെയും 1.5 അടി നീളത്തിൽ, അതായത് ആദ്യത്തെ ഓറഞ്ച് വയറിൻ്റെ നീളത്തിനനുസരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് റണ്ണിങ് വയറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. റണ്ണിങ് വയറിനെ മടക്കി ഓറഞ്ച് വയറിനെ അതിൻ്റെ മുകളിലൂടെ ഇട്ട് വെള്ള വയറിനെ മുകളിലേക്ക് മടക്കി ഓറഞ്ച് വയറിനെ വെള്ള വയറിൻ്റെ ലൂപ്പിനുള്ളിലൂടെ എടുക്കണം. വയറുകളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നോട്ടുകൾ നല്ല ടൈറ്റാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും നീള കൂടുതലോ നീളക്കുറവോ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തിട്ട് അതിനെ ഒരേപോലെ നീളമാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവസാനം നമ്മൾ ബാഗ് ചെയ്ത് കഴിയുമ്പം കുറച്ച് വയറുകൾ നീളം കൂടുതൽ കാണും, കുറച്ച് വയറുകൾ നീളം തീരെ കുറഞ്ഞു പോവും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഈ അറ്റം ആദ്യം തന്നെ ഒരുപോലെയാണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ റണ്ണിങ് വയറിലേക്ക് ഞാൻ 2 വയറുകൾ ചേർത്ത് കൊടുത്തു. മൂന്നാമത് ഒരു വയറും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാ വയറുകളും ചേർത്ത് കൊടുക്കണം. ഞാൻ അതുകൂടെ കാണിച്ചു തരാം. മൂന്നാമത്തെ വയറും എടുത്ത് 1.5 അടി നീളം കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം അതിനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ള വയറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. റണ്ണിങ് വയറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വെള്ള വയറിനെ മടക്കണം. ഓറഞ്ച് വയറിനെ അതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം വെള്ള വയറിൻ്റെ പുറകിലത്തെ വയറിനെ മുകളിലേക്ക് മടക്കണം. ഓറഞ്ച് വയറിനെ ആ വെള്ള വയറിൻ്റെ ലൂപ്പിനുള്ളിലൂടെ അകത്തേക്ക് വിടണം.
ബോക്സ് നോട്ട് ചെറിയൊരു വയറൊക്കെ എടുത്ത് വെച്ച് ബോക്സ് നോട്ട് ഉണ്ടാക്കാനായിട്ട് പഠിക്കണം. അറിയാത്തവർക്ക് അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇപ്പോൾ ഞാൻ 3 വയറുകളെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ആകെ 7 വയറുകളാണ്. ഈ 7 വയറുകളും ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ള വയറുകളും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 7 വയറുകളും ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ റണ്ണിങ് വയർ ഇതുവരെ മുറിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ റണ്ണിങ് വയറിനെ മുറിച്ചെടുക്കണം. ആദ്യത്തെ ഒരു ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് റണ്ണിങ് വയറിനെ കട്ട് ചെയ്ത് മാറ്റണം. ആദ്യം നമ്മൾ 1.5 അടിയോളം റണ്ണിങ് വയർ വിട്ടിട്ടുണ്ടല്ലോ, അതേ നീളത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ സൈഡിലുള്ള റണ്ണിങ് വയറിനെയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ 2 സൈഡിലുള്ള റണ്ണിങ് വയറിൻ്റെ നീളം 1.5 അടിയാണ്. അതുപോലെ തന്നെ മുകളിലേക്കുള്ള വയറുകൾ 1.5 അടി നമ്മൾ ഇട്ടിട്ടുണ്ട്. താഴേക്കുള്ള വയറുകളുടെ നീളം 3 അടിയാണ്. 2 സൈഡിലും ഉള്ള വയറുകളുടെ നീളവും 1.5 അടി തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനും ഇതുപോലെ തന്നെ ആദ്യത്തെ വയറിൻ്റെ നീളം അനുസരിച്ച് 1.5 അടി റണ്ണിങ് വയർ അളന്നെടുക്കുക. ഇവിടെ വെച്ച് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ലൈനിന് തൊട്ട് മുകളിലായിട്ടാണ് അടുത്ത ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഓറഞ്ച് വയർ എടുത്തിട്ടുണ്ട്. ഓറഞ്ച് വയറിനെ മടക്കി കൊടുക്കാം. വെള്ള വയറിനെ അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അതായത് റണ്ണിങ് വയറിനെ ഓറഞ്ച് വയറിനെ മുകളിലേക്ക് മടക്കി കൊടുത്തിട്ട് വെള്ള വയറിനെ ഓറഞ്ച് വയറിൻ്റെ ലൂപ്പിനുള്ളിലൂടെ എടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ലൈനിലുള്ള ആദ്യത്തെ ഫസ്റ്റ് നോട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും താഴെയുള്ള നോട്ടുകൾ ഒന്നും കൂടി ടൈറ്റ് ചെയ്തിട്ട് വേണം ബാഗുകൾ ചെയ്യാനായിട്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ റണ്ണിങ് വയറിനെ മടക്കി കൊടുക്കുക. ഓറഞ്ച് വയറിനെ അതിൻ്റെ മുകളിലൂടെ ചുറ്റി കൊടുക്കുക. വെള്ള വയറിനെ മുകളിലേക്ക് മടക്കുക. ഓറഞ്ച് വയറിനെ ആ ലൂപ്പിനുള്ളിലൂടെ കടത്തി വിടുക. ഇനി നോട്ടുകൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. രണ്ടാമത്തെ നോട്ടും നമുക്ക് കിട്ടി. ബോക്സ് നോട്ട് ഉണ്ടാക്കാൻ പഠിച്ചാൽ വേഗം തന്നെ നമുക്കിതുപോലെ താമസമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് വേഗത്തിലാണ് കാണിക്കുന്നത്, കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടക്കത്തിലൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് താമസമാണ് ചെയ്തെടുക്കാൻ. പക്ഷേ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ ലൈൻ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെള്ള വയറിനെ മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഓരോ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്ത വെള്ള വയറുണ്ടല്ലോ, അതിന് ഞാൻ ഓരോ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സെൻറ്റർ ലൈൻ അതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുറച്ചധികം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെൻറ്റർ ലൈൻ മറന്നു പോകും. അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 2 സൈഡിലും ഓരോ ചെറിയൊരു കെട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാഗിനെ തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ലൈൻ ചെയ്യുന്നത്. 2 സൈഡിലും തുല്യമായിട്ട് വേണം നമുക്ക് നോട്ടുകൾ. ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവും വരാൻ പാടില്ല. ഇനി മുകളിൽ നമുക്ക് ഇതേപോലെ നമ്മൾ ഒരു ലൈൻ ചെയ്തു. സെൻറ്റർ ലൈൻ്റെ മുകളിലാണത് ചെയ്തത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചിട്ട് സെൻറ്റർ ലൈൻ്റെ താഴെയുള്ള ലൈനാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ വെള്ള വയർ ഇവിടെയും സെയിം ആണ്. 1.5 അടിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഓറഞ്ച് വയറിനെ ആദ്യം മടക്കി കൊടുക്കാം. അതിനുശേഷം വെള്ള വയർ റണ്ണിങ് വയറിനെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് വയറിനെ മുകളിലേക്ക് മടക്കി കൊടുത്തിട്ട് വെള്ള വയറിനെ നമുക്ക് ഓറഞ്ച് വയറിൻ്റെ ലൂപ്പിനുള്ളിലൂടെ എടുക്കാം. നോട്ടുകൾ നല്ല ടൈറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ ലൈനാണ് ചെയ്യുന്നത്. ഇതുപോലെ
നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ലൈനും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. 7 നോട്ടുകൾ ഇവിടെയും വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ 3 ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ലൈനും അതിൻ്റെ മുകളിലൊരു ലൈനും അതിൻ്റെ താഴെ ഒരു ലൈനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആകെ നമുക്ക് 7 ലൈനുകളാണ് വേണ്ടത്. സെൻറ്റർ ലൈന് മുകളിലേക്ക് 3 ലൈനും താഴേക്ക് 3 ലൈനും വേണം. ഞാനിപ്പോൾ ഇതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ലൈൻ തൊട്ട് മുകളിലേക്ക് 3ഉം സെൻറ്റർ ലൈൻ തൊട്ട് താഴേക്ക് 3ഉം അങ്ങനെ 7 ലൈനുകൾ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇട്ട ഒരു നോട്ടുണ്ടല്ലോ, നമ്മൾ സെൻറ്റർ ലൈൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നോട്ട് ഇട്ടിരുന്നല്ലോ, അത് നമുക്ക് അഴിച്ചു കളയാം. ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുമ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഇടുന്നതെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി മുകളിലോട്ടുള്ള ഭാഗങ്ങൾ പിന്നിയെടുക്കാം. ഇനി മുകളിലോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ലാഡർ നോട്ടുകൾ ഇടുന്നത്. കോർണറുകളെല്ലാം തിരിച്ചിട്ട് നമുക്ക് ലാഡർ നോട്ടുകൾ ഇട്ടിട്ട് വേണം ഇതിനെ മുകളിലേക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ബാക്കി മുകളിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെയും ഞാൻ വെള്ള വയർ തന്നെയാണ് റണ്ണിങ് വയറായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ള വയറിനെ ഒരു 2-3 ഇഞ്ച് നീളത്തിൽ മടക്കിയിട്ട് നമുക്ക് ആദ്യത്തെ ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ ഒരു വയർ ഞാൻ വിട്ടിട്ടുണ്ട്. സൈഡിലുള്ള ആദ്യത്തെ ഒരു ഓറഞ്ച് വയർ വിട്ടിട്ടാണ് ഞാൻ ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് തുടങ്ങാം. ഇന്ന സൈഡെന്നൊന്നുമില്ല, ഏത് സൈഡിലും നമുക്കിത് നോട്ടുകൾ തുടങ്ങാം. റണ്ണിങ് വയർ വെച്ച് നമ്മൾ മുമ്പേ ബോക്സ് നോട്ട് ഇട്ട് കൊടുത്തല്ലോ, അതുപോലെ തന്നെ നമുക്ക് ബോക്സ് നോട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു വ്യത്യാസവും, നമ്മൾ ചെയ്യുമ്പം 1-2 വയറുകൾ വിട്ടിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു വയറെന്നൊന്നുമില്ല, 1-2-3 എത്ര വയറുകൾ വിട്ടിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ഇനിയും ഇതിനെ നമ്മൾ ബോക്സ് നോട്ടുകളിട്ട് നമ്മൾ ഈ ബാഗിനെ ഫുള്ള് നമ്മൾ ഈ ചെയ്തിടം വരെ കൊണ്ടുവന്ന് എത്തിക്കണം. അതിന് ശേഷമാണ് നമുക്ക് ലാഡർ നോട്ട് ഇടേണ്ടത്. ഈ ചെയ്യുന്നതിലൊന്നും നമുക്ക് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ആദ്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ചെയ്ത വശമുണ്ടല്ലോ അവിടെ തന്നെ കൊണ്ടുവരാം. അതുവരെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരു റൗണ്ട് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെയാണ് ഒരു ഓറഞ്ച് വയർ വിട്ടിരിക്കുന്നത്. അതിന് മുമ്പ് വരെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതിന് മുന്നേ വരെയുള്ള വയറിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു വെള്ള വയറിലും കൂടി ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോർണറുകൾ ചെയ്യുമ്പം ഒന്ന് ടൈറ്റായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മൾ നേരത്തെ ആദ്യം വിട്ട ഒരു ഓറഞ്ച് വയറുണ്ടല്ലോ, ഒരു ഓറഞ്ച് വയർ വിട്ടിട്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. ആ ഓറഞ്ച് വയറാണിത്. അതിലും നമുക്ക് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കാം. കോർണറുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് ടൈറ്റായിട്ട് അത് ചെയ്യേണ്ടി വരും. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. നല്ല ടൈറ്റായിട്ട് പിടിച്ച് നമുക്കവിടെ ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിതിൽ ചെയ്യുമ്പം കുറച്ചൊരു പാട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വരുന്നത് ലാഡർ നോട്ട് ഇടുന്നതാണ്. അതും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ലാഡർ നോട്ട് വരുന്നതെന്ന് നോക്കാം. ദാ ഇവിടെയാണ് ഞാൻ ലാഡർ നോട്ട് ഇടുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ നമ്മൾ നേരെ മുകളിലേക്ക് ചെയ്താൽ ബാഗിൻ്റെ ഷേപ്പ് മൊത്തം പോവും. അതുകൊണ്ട് ഈ 2 നോട്ടിനെ നമ്മൾ ഒരുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാഡർ നോട്ട് ഇട്ട് കൊടുക്കുന്നത്. കോർണറുകളെല്ലാം ഇപ്പോൾ നന്നായിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാഡർ നോട്ട് ഇട്ട് കൊടുക്കാം. ഈ 2 ബോക്സ് നോട്ടുകളെയും ഒരേ ലെവലിൽ കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാഡർ നോട്ട് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഭാഗം നമ്മൾ റണ്ണിങ് വയർ വിട്ടല്ലോ, അത് അകത്തേക്ക് മടക്കി കൊടുക്കണം. ഞാൻ പിന്നെ മടക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അത് ഉള്ളിലേക്ക് ചുരുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കൺഫ്യൂഷനാകും, ഏത് വയറൊക്കെ ആണെന്ന് മറന്നു പോകും.
ഞാൻ ആദ്യം ലാഡർ നോട്ട് ഇടാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യം ഞാൻ ഈ റണ്ണിങ് വയറിനെ അകത്തേക്ക് മടക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് ഞാൻ മടക്കുന്നത്. കണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് നമുക്ക് ഈ വെള്ള വയറിനെ അകത്തേക്ക് മടക്കി കൊടുക്കണം. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ മടക്കിയെടുക്കാം. അകത്തേക്ക് വേണം മടക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മടക്കി അങ്ങനെ പിടിക്കാം. അതിനുശേഷം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇടത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് വെള്ള വയറിനെ, റണ്ണിങ് വയറിനെ അകത്തേക്ക് മടക്കി കൊടുക്കാം. റണ്ണിങ് വയർ ആദ്യം അകത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. അത് അകത്ത് തന്നെ കിടക്കട്ടെ. റണ്ണിങ് വയർ ഇങ്ങനെ നമുക്ക് മടക്കി പിടിക്കാം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ നോട്ടിട്ട് കൊടുത്തല്ലോ സ്റ്റാർട്ടിങ്, ആ വയറിനെ എടുത്തിട്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം താഴേക്ക്. കണ്ടല്ലോ, ഇങ്ങനെ താഴേക്ക് അതിനെ ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അതിനെ നമുക്കൊന്ന് പൊക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് ഈ വയറ് താഴേക്ക് നമ്മൾ ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ആ വയറിലൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഒരു ലൂപ്പ് പോലെ കാണാനായിട്ട് പറ്റും. താഴേക്ക് ആ ഒരു നോട്ടിനെ താഴേക്ക് വലിച്ച് മറ്റേ നോട്ടിനെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അയച്ചെടുക്കുക, അത്രേ ഉള്ളൂ. കണ്ടല്ലോ, ആ വയറിനെ ഞാൻ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ വെള്ള വയറ് മടക്കി വെച്ചിട്ടുണ്ട്, അതിനെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തിവിടാം. ആദ്യത്തെ നമ്മളുടെ റണ്ണിങ് വയറിൻ്റെ ലൂപ്പിനെ ഈ ഓറഞ്ച് വയറിൻ്റെ ലൂപ്പിനുള്ളിലൂടെ കടത്തിവിടാം. അതിനുശേഷം മുകളിലേക്ക് പോയിട്ടുള്ള ആ വയറുണ്ടല്ലോ, അതിനെ ഈ ലൂപ്പിനുള്ളിലൂടെ എടുക്കാം. മടക്കുകളൊന്നും ഇല്ലാതെ വയറുകൾ നേരെ തന്നെ ആയിരിക്കണം. എന്നിട്ട് ഈ എല്ലാ വയറിനെയും ഒരുപോലെ ടൈറ്റ് ചെയ്യാം. റണ്ണിങ് വയറിനെ അകത്തൂടെ തന്നെ വലിച്ച് ടൈറ്റ് ചെയ്യാം. നമ്മളുടെ ചെറിയൊരു വയർ അവിടെ ഉണ്ട്, നമ്മളത് ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതും ഈ റണ്ണിങ് വയറും മുകളിലേക്കുള്ള വയറും ഒരുപോലെ പിടിച്ച് ടൈറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോട്ട് അവിടെ കിട്ടുന്നത്. ഇതിപ്പം ഞാൻ ആദ്യമേ തന്നെ ഇൻസേർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടില്ലാതെ അത് ചെയ്യാമായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ വെള്ള വയറിനെ ഉള്ളിലുള്ള നോട്ട്സിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത് ഒരു നോട്ടും കൂടെ ഞാനിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അത് മനസ്സിലാകും. ഇപ്പോൾ ആദ്യത്തെ ലാഡർ നോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകത്തേക്കുള്ള വയറിനെ ചെറിയ നീളം കുറഞ്ഞ വയറുണ്ടല്ലോ, റണ്ണിങ് വയറിൻ്റെ ചെറിയ നീളം കുറഞ്ഞ വയറുണ്ടല്ലോ, അതിനെ നമുക്ക് അകത്തേക്കൊന്ന് ഓരോ നോട്ടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് അകത്തേക്കാക്കി വെക്കാം. ഒന്നോ രണ്ടോ നോട്ടിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഇത് ആദ്യമേ തന്നെ ചെയ്യണം. വെള്ള വയർ നമ്മൾ റണ്ണിങ് വയറായിട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ ബോക്സിനുള്ളിലാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം പിന്നെ നോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഒത്തിരി കൺഫ്യൂഷനായി പോകും, ഇത് ഏത് വയറാണ്. പിന്നെ നമ്മൾ നോട്ടിട്ട് കഴിഞ്ഞിട്ട് വലിച്ചെടുക്കുമല്ലോ, അപ്പോഴേതാണ് ടൈറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഞാനിപ്പം ഇതുള്ളിലേക്ക് 2-3 നോട്ടിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിതുവരെ എന്താ റണ്ണിങ് വയർ ബാസ്ക്കറ്റിനുള്ളിലായിരുന്നു, ഇനി നമുക്കതിനെ പുറത്തേക്ക് എടുക്കണം. നമുക്കിനി ബാക്കി ചെയ്യണ്ടേ, അപ്പം അത് അകത്തോട്ട് അങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ. ഇനി ആ റണ്ണിങ് വയറിനെ നമ്മളിപ്പോൾ ചെയ്ത നോട്ടിൻ്റെ പുറകിലൂടെ, ഇപ്പോൾ ഇട്ട ലാഡർ നോട്ടിൻ്റെ പുറകിലൂടെ നമുക്കതിനെ വെളിയിലേക്ക് വലിച്ചെടുക്കണം. ഞാനിപ്പോൾ വെളിയിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ, ഇനി വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ
ബോക്സ് നോട്ടുകൾ ഇട്ട് കൊടുക്കാം. റണ്ണിങ് വയർ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് മുറിച്ചിട്ടില്ല. ഓറഞ്ച് വയറിൻ്റെ മുകളിലൂടെ ചുറ്റിയെടുത്ത് നമുക്ക് ബോക്സ് നോട്ടുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ലൈനും നമ്മൾ എവിടെ വരെയാണ് കൊണ്ടുവരേണ്ടത്? ആദ്യം നമ്മൾ ഒരു വയർ വിട്ടിട്ടുണ്ട്, ഒരു ഓറഞ്ച് വയർ വിട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം അവിടെ 2 വയർ നമ്മൾ വിട്ടിട്ടുള്ളതായിട്ട് കാണാം. ആദ്യം നമ്മൾ ഒരു വയർ വിട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് 2 വയറുകൾ നമ്മൾ വിട്ടിരിക്കുന്നത് കാണാം. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഫുള്ള് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവിടം വരെ എത്തിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ലാഡർ നോട്ട് ഇടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നും കൂടി അത് നന്നായിട്ട് കാണിച്ചു തരാം. ബോക്സ് നോട്ട് ഇടാൻ അറിയാത്ത കൂട്ടുകാരൊക്കെ അത് പഠിക്കണേ. ചെറിയ 2 വയറുകൾ എടുത്തിട്ട് അതാദ്യമേ സെപ്പറേറ്റ് അത് പഠിച്ചിട്ട് അതിനുശേഷം ബാഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ വയറൊക്കെ വേസ്റ്റായിട്ട് പോകും. പിന്നെ അത് തന്നെയല്ല, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബാഗുകൾ ഉണ്ടാക്കി പഠിക്കണം ആദ്യം. ഏതാണെങ്കിലും ശരി, ബോക്സുകളാണെങ്കിലും വയറുകളാണെങ്കിലും ഒക്കെ ചെറിയതുണ്ടാക്കി പഠിച്ചിട്ട് നമുക്ക് വലുത് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗത്തിലത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ആദ്യം ചെയ്ത അതേ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ലാഡർ നോട്ടാണിട്ട് അതിനെ യോജിപ്പിക്കേണ്ടത്. ഇവിടെ എല്ലാം നന്നായിട്ട് മടങ്ങി. ഇനി ഓരോ റൗണ്ട് നമ്മൾ ചെയ്യുമ്പോഴും ഈ ബാസ്ക്കറ്റ് നന്നായിട്ട് മടങ്ങി നല്ല ഷേപ്പിൽ മുകളിലേക്ക് വരും. നമ്മളിടുന്ന ലാഡർ നോട്ട് കറക്റ്റ് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ലാഡർ നോട്ട് ഇട്ട് കൊടുക്കണം. ഞാനത് ഒന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ വയറുകളൊന്നുമില്ല, അകത്തേക്ക് ഈ ഒരു വയറ് മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് വീണ്ടും എന്താ ചെയ്യേണ്ടത്? ലാഡർ നോട്ട് ഇടുമ്പോൾ ഇതിനെ ആദ്യം അകത്തേക്ക് വലിച്ചെടുക്കുക. റണ്ണിങ് വയറിനെ ആദ്യം അകത്തേക്ക് എടുക്കുക. അത് ശ്രദ്ധിക്കണം. ആദ്യം ചെയ്യേണ്ടത് റണ്ണിങ് വയറിനെ അകത്തേക്ക് എടുക്കുക. പിന്നെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ആ വെള്ള വയറിനെ, റണ്ണിങ് വയറിനെ മടക്കുക. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇടത് കൈ കൊണ്ട് തന്നെ മടക്കണം. വലത് കൈ കൊണ്ട് മടക്കിയാൽ നമുക്കത്ര ഓർമ്മ വരത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ആദ്യത്തെ വയറിനെ, ലൂപ്പിടേണ്ട വയറിനെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് അതിനെ മുകളിലേക്ക് വലിച്ചെടുക്കുക. അവിടെയും ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് അയക്കുമ്പോൾ തന്നെ മുകളിലേക്ക് നമുക്കത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടല്ലോ, ഞാനിപ്പോൾ അത് മുകളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മടക്കി വെച്ചിരിക്കുന്ന റണ്ണിങ് വയർ ഈ ഓറഞ്ച് വയറിനുള്ളിലേക്ക് കടത്തിവിടണം. വെള്ള വയറിനെ ഈ ഓറഞ്ച് വയറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഈ ലൂപ്പിനുള്ളിലേക്ക് കടത്തിവിടണം. നമ്മുടെ ആ നോട്ടിലേക്ക് തന്നെ പോകുന്ന വയറുണ്ടല്ലോ, ആ വയറിനെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് എല്ലാ വയറും ടൈറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എല്ലാ 2 വയറുകളും, റണ്ണിങ് വയറും മുകളിലേക്ക് പോയിട്ടുള്ള വയറും ഞാനിവിടെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ലാഡർ നോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് എന്താ? ഇപ്പോൾ നോക്കിപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇനി നമ്മുടെ റണ്ണിങ് വയറിനെ നമുക്ക്, ഇപ്പോൾ നമ്മൾ അകത്തേക്കല്ലയോ മടക്കി വെച്ച്, ഇനി നമുക്കതിനെ പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ ചെയ്ത ലാഡർ നോട്ടിൻ്റെ പുറകിലൂടെ പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങണം. നെക്സ്റ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് വീണ്ടും മുൻപ് ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ഇനിയും ബോക്സ് നോട്ടുകൾ ഇട്ട് കൊടുക്കണം. നമുക്ക് എത്ര ലൈൻ ആവശ്യമുണ്ടോ അത്രയും വരെ നമുക്കിനിയും ഇതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം ലാഡർ നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ കുറച്ച് മുകളിലേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. 7 ലൈനുകൾ ഞാൻ മുകളിലേക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. 7, 8, 9 നമ്മുടെ വയറുകൾക്ക് എത്ര നീളമുണ്ട് അതിനനുസരിച്ച് നമുക്ക്
നമുക്കിഷ്ടമുള്ള അത്രയും വരെ ചെയ്തെടുക്കാം. വയറുകളുടെ കുറച്ച് ചുരുങ്ങാനുള്ള നീളം വിട്ടതിന് ശേഷം നമുക്ക് ബാക്കി നീളം വരെ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് വയറുകൾക്ക് മാത്രമേ ഉള്ളൂ നീളക്കുറവ്. ബാക്കി ഒരു സൈഡിലുള്ള നമ്മുടെ 3 അടിയിൽ നമ്മൾ അളന്നെടുത്തിട്ടുള്ള വയറുകളുണ്ടല്ലോ, ആ വയറ് നല്ല നീളമുണ്ട്. ബാക്കിയുള്ള വയറുകളെല്ലാം ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് കാണിക്കാം. ഇപ്പോൾ ഒരു സൈഡിലുള്ള വയറുകൾ മാത്രം ഞാൻ വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള വയറുകളെല്ലാം ഞാൻ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് മടക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞേ. അപ്പോൾ ബാക്കിയുള്ള വയറുകൾ നീളമുണ്ട്. ഇനി ഈ നീളമുള്ള വയറുകൾ വെച്ച് ഞാൻ ചെറിയൊരു അടപ്പ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വയറുകളിലേക്ക് റണ്ണിങ് വയർ വെച്ച് എനിക്കത് വീഡിയോ കുറച്ച് അവിടെ മിസ്സായിപ്പോയി, സോറി. ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വീഡിയോ ഓൺ ആണെന്ന് വിചാരിച്ചു, പക്ഷേ അത് കിട്ടിയില്ല അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ അത് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഈ വയറുകൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയെല്ലാം നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. ഇപ്പോൾ എല്ലാം മടക്കി കൊടുത്തിട്ടുണ്ട്. ബോക്സിന് ചെറിയൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ബാഗിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്, ബാസ്ക്കറ്റിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട്, റിട്ടേൺ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനും പിന്നെ ചോക്ലേറ്റ് ബോക്സസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ചെറിയൊരു ബോക്സ് നോട്ട് ബാഗാണിത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്, ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. വീഡിയോ കണ്ടതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ താങ്ക് യു. ബോക്സൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ഒന്ന് ചെയ്ത് നോക്കണേ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോ, എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.